നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് അവസാനമാകാൻ പോകുകയാണ്. ലക്ഷ്യത്തോടടുക്കുകയാണ് BSNL എന്നാണ് വിവരം. ഓരോ ദിവസവും 4G സേവനം സാധ്യമാകാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ BSNLുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ BSNL അതിന്റെ ലക്ഷ്യത്തിനരികിലെത്താൻ പോകുന്നു. സ്വകാര്യ മേഖലകൾക്ക്, സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് കൂടുതൽ പ്രഹരമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ BSNLന്റെ 4G വ്യാപനം അത് പുരോഗമിക്കുകയാണ് എന്നാണ് വിവരം. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും 4G ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഗ്രാമങ്ങളിലടക്കം പലയിടങ്ങളിലും 4G എത്തിയിട്ടില്ല എങ്കിൽ പോലും അത് ഉടൻ തന്നെ എത്തുമെന്നുള്ളതാണ് വിവരം. BSNL നെറ്റ്വർക്കിന്റെ വേഗതയെക്കുറിച്ച് ഇപ്പോഴും പരാതികളുണ്ട്. പക്ഷേ അതിനി അധിക നാൾ ഉണ്ടാകില്ല, ആയുസ് ഉണ്ടാവില്ല. അതൊക്കെ ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ BSNLുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എത്ര 4G സൈറ്റുകൾ BSNLന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോൾ സജീവമാകുകയാണ്. ഈ ചോദ്യത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. BSNL 30,000-ലധികം 4G ടവറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 2025 ജൂണോടെ 1 ലക്ഷം 4G ടവറുകൾ കൂടെ ഇവിടെ സാധ്യമാക്കും. ഇത് BSNLന്റെ സർവീസ് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ഇതുവഴി കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സംവിധാനമായി BSNL മാറുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. തദ്ദേശീയമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് BSNL 4G വിന്യാസം പൂർത്തീകരിക്കുക എന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശീയമായ 4G സാങ്കേതിക വിദ്യയൊരുക്കിയ കേന്ദ്ര സ്ഥാപനമായിട്ടുള്ള C.ന് പുറമെ DCS, തേജസ് നെറ്റ്വർക്ക് എന്നിവയൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ടാണ് BSNL 4G വിന്യാസം നടത്താൻ പോകുന്നത്. രാജ്യത്ത് ഏറ്റവും വൈകി 4G നെറ്റ്വർക്ക് ആരംഭിച്ച കമ്പനിയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BSNL പോലും ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ വലിയ നിരക്കിൽ താരിഫ് നിരക്ക് കൂട്ടിയത് കൊണ്ട് തന്നെ അതിന്റെയൊക്കെ ഒരു പ്രതിവിധി എന്നോണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തു നിൽക്കുന്നത് BSNL 4Gയിലേക്ക് എത്തുക, കൂടുതൽ നെറ്റ്വർക്ക് ശൃംഖല ശക്തമാകുന്നതിലൂടെ BSNLിലേക്ക് മാറുക എന്നുള്ള രീതിയിലേക്കാണ്. നിലവിൽ ഇപ്പോൾ സ്വകാര്യ ടെലികോം കമ്പനികളിലെ നിരവധി ഉപഭോക്താക്കൾ BSNLിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ 4G ഉടൻ തന്നെ രാജ്യത്ത് വ്യാപകമായി ഗ്രാമപ്രദേശങ്ങളിലടക്കം ലഭ്യമാകുമെന്നും അതുകൂടാതെ തന്നെ 5G ഉടൻ തന്നെ അതിന്റെ കാര്യങ്ങളും നടപ്പിലാക്കുമെന്നും ഒക്കെ അറിയിച്ചുകൊണ്ടാണ് BSNL രംഗത്തെത്തുന്നത്. ഇതോടെ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് നിലവിൽ തന്നെ BSNL 4Gയിലേക്ക് എത്തുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ സാധ്യമായി തുടങ്ങി എന്നുള്ള ഉറപ്പുകൂടെ ലഭ്യമായതുകൊണ്ട് തന്നെ ഇനിയും ഉപഭോക്താക്കളെ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.